അത്യശാലങ്കൃതമായിരിക്കുന്ന സദസ്സന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ ഈ മഹനീയ ശുശ്രൂഷയ്ക്ക് ശക്തിപ്പെടുത്തുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയും അടൂർ കൊട്ടാരക്കര ഡിസ്ട്രിക്റ്റും അവിടെയുള്ള ശുശ്രൂഷകന്മാരും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ നൽകിയവരാണ്. 1990കളിൽ കേരളത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ള എറണാകുളം ജില്ലയിലെ ഒന്നിലധികം പുരോഹിതന്മാർ പാർക്കുന്ന ഒരു യാക്കോബായ കുടുംബത്തിൽ നിന്നും ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി ഈ വേദപഠനശാലയുടെ അങ്കണത്തിൽ കാലുകുത്തിയത് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ ശുശ്രൂഷയിൽ ഈ സ്ഥാപനവും ഇവിടുത്തെ അധ്യാപകരും ഈ ഭാഗത്തുള്ള ദൈവജനവും തന്നതും അവർ നൽകിയതുമായ എല്ലാ സംഭാവനകളെയും പ്രാർത്ഥനകളെയും നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. ഇന്നത്തെ അധ്യക്ഷനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആത്മീക ശുശ്രൂഷയിൽ ഒരു പിതാവിനെ പോലെ എല്ലാ കൈത്താങ്ങലും നൽകിയ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസ പാസ്റ്റർ VM ജേക്കബ്. ഞാൻ ഓർക്കുകയാണ്, ഒരു 7 വർഷങ്ങൾക്കപ്പുറത്ത് മണക്കാല കൺവെൻഷൻ അതിൻ്റെ ഒരു 3-ാം രാത്രിയിൽ ഈ വേദിയിൽ ദൈവവചനം ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ അന്നും അധ്യക്ഷനായിരുന്നത് പ്രിയ പാസ്റ്ററായിരുന്നു. ചില ദിവസങ്ങൾക്കപ്പുറത്ത് നടന്ന തിരുവല്ല ഷാരോൺ ജനറൽ കൺവെൻഷനിൽ വചന ശുശ്രൂഷയ്ക്ക് എനിക്ക് അവസരമുണ്ടായപ്പോൾ ആ ശുശ്രൂഷയിലും അധ്യക്ഷ വഹിച്ചത് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനാണ്. ഇന്നും ദൈവത്തിന് നിശ്ചയമെന്നതുപോലെ ഈ ശുശ്രൂഷയുടെ ക്രമീകരണം ഒരുക്കപ്പെട്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യും. എൻ്റെ ഭാരതം സുവിശേഷം കേൾക്കണമെന്ന അതിയായ ആഗ്രഹം ഹൃദയത്തിൽ കത്തിജ്വലിച്ച ഒരു മനുഷ്യൻ ഈ മണക്കാലയിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് റവറൻ ഡോക്ടർ TG കോശി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തിന് നിവൃത്തീകരണത്തിന് വേണ്ടി ഒരായുസ്സാണ് അദ്ദേഹം മാറ്റിവെച്ചത്. ആ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് അനേക വേദികളിൽ വചന ശുശ്രൂഷയ്ക്കുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വചന ശുശ്രൂഷ കഴിഞ്ഞ് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്നു രാത്രി ദൈവം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് കൈ തന്നവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കടന്നു വന്ന ധാരാളം ആളുകൾ എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെയുള്ളവരുടെ അനുമോദനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ഞാൻ എൻ്റെ പാഴ്സണേജിൽ പോയി വിശ്രമിക്കും. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3:30 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുമായിരുന്നു. ആ സംഭാഷണം ആരംഭിക്കുന്നത് കുഞ്ഞ് എന്ന സംബോധനയോടുകൂടെയാണ്. അടുത്ത വാചകം, ഇന്നലെ നീ എന്താണ് പ്രസംഗിച്ചത്? കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ലഭിച്ച അനുമോദന തേരുകളിൽ അല്പം അഹങ്കാരത്തിൻ്റെ കൊടുമുടിയുടെ മുകളിൽ പാർക്കുവാൻ ആഗ്രഹിച്ച ഞാൻ ഒരു 24 മണിക്കൂറിന് ശേഷം വളരെ വേഗം യാഥാർത്ഥ്യങ്ങളുടെ തരിശുഭൂമിയിലേക്ക് താഴെ ഇറങ്ങി വരും. ആ സംഭാഷണത്തിൽ ഒരു ശിക്ഷണമുണ്ടായിരുന്നു. ആ സംഭാഷണത്തിൽ ഒരു ശാസ്ത്രയുണ്ടായിരുന്നു. ആ സംഭാഷണത്തിൽ ഒരു ഉപദേശമുണ്ടായിരുന്നു. അതിൽ ഞാൻ കണ്ടെത്തിയത് തൻ്റെ കീഴിലുള്ള ദൈവദാസന്മാർ വചനപരിജ്ഞാനത്തിൽ വളർന്നു വരണം എന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാത്മീക നേതാവിനെയാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അല്പം വേദന എൻ്റെ ഹൃദയത്തിലുള്ളത് തിരുത്തുവാനും ശാസിക്കുവാനും ഉപദേശിക്കുവാനും ദൈവം കഴിഞ്ഞാൽ മറ്റൊരാൾ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ്. പ്രിയമുള്ള ദൈവജനമേ, ആ വലിയ മനുഷ്യൻ്റെ ദർശനം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ തലമുറകളെയും ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ 2-ാം രാത്രിയിൽ പ്രാരംഭ സമയത്ത് ഒരു ചെറിയ പ്രബോധനം നിങ്ങൾക്ക് തരുവാൻ എനിക്ക് അവസരമൊരുക്കിയ ഈ സെമിനാരിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, ഈ റീജിയനിലുള്ള ഷാരോൺ സഭകളുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, ഈ കൺവെൻഷൻ്റെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഹൃദയംഗമായ എൻ്റെ നന്ദി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശക്തമേറിയ ഒരു ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് ആദോർക്കുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന ഉത്തമമായ ബോധ്യം എന്നെ ഭരിക്കുന്നുണ്ട്. ഈ യോഗത്തെക്കുറിച്ച് എന്നോട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞപ്പോൾ തന്നെ പ്രാരംഭ സമയത്തുള്ള സന്ദേശത്തിൽ എന്താണ്, ഏത് വേദഭാഗമാണ്, എന്താണ് ഈ യോഗങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടവർ ഉദ്ദേശിക്കുന്ന തീം അതെന്നെ അറിയിച്ചിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വാക്യം. സമയത്തിൻ്റെ പരിധി മൂലം വളരെ വേഗത്തിൽ ഞാൻ തന്നെ വേദഭാഗം വായിക്കാം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു?
ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിത്, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. യഹോവ രക്ഷിക്കുന്നു എന്ന നാമധേയത്തോടെ അറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകൻ തന്നാൽ എഴുതപ്പെട്ട പഴയ നിയമത്തിലെ സുവിശേഷം എന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പിന്നിട്ട് പോകുന്ന 5 അധ്യായങ്ങളും 222 വാക്യങ്ങളും ആവർത്തിച്ച് പാരായണം ചെയ്ത് പ്രാർത്ഥിച്ച് 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാലുകുത്തുമ്പോൾ നമുക്ക് തരുന്ന ഒരു ആത്മീക സന്ദേശം അതൊരു സമർപ്പണത്തിൻ്റെതാണ്. സമർപ്പിക്കുന്നവനാണ് അടിയനിത, അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള പദപ്രയോഗം ഉപയോഗിക്കുന്നത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 25-ാമത്തെ വാക്യം, സമർപ്പണം അതൊരു ത്യാഗമാണ്. സമർപ്പണത്തിന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് ഒരു ഊർജം ആവശ്യമാണ്. ഈ സമർപ്പണത്തിൻ്റെ പ്രത്യേകത, നിങ്ങളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുന്നു. സമർപ്പണത്തിൻ്റെ ദൗത്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നിങ്ങൾക്ക് നൽകിത്തരുന്നു. സമർപ്പണം ദൈവരാജ്യത്തിന് ജയാളികൾ സൃഷ്ടിക്കലാണ്. സമർപ്പണത്തിലൂടെ ദൈവരാജ്യത്തിൽ ജയാളികളായി മാറുന്ന ആളുകളുടെ ജീവിതത്തിൽ 2 മരണങ്ങളാണ് ഉണ്ടാകേണ്ടത്, 2 ജയങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒന്ന്, പാപത്തിന്മേലുള്ള ജയം, പാപസംബന്ധമായ മരണം. 2, സ്വയം അതിന്മേൽ ജയിക്കുക, സ്വയമായി മരിക്കാൻ തയ്യാറാവുക. പാപസംബന്ധമായി മരിക്കുന്നവൻ പാപസംബന്ധമായി മരിക്കുന്നതിലൂടെ അവൻ ക്രിസ്തുവിലാകുന്നു. പാപസംബന്ധമായി മരിച്ച് ക്രിസ്തുവിലായവൻ അവൻ്റെ സ്വയം മരിക്കുന്നതിലൂടെ അവൻ ക്രിസ്തുവിനെ സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്. പാപസംബന്ധമായി മരിക്കുകയും ജഡസംബന്ധമായി സ്വയം മരിക്കുകയും ചെയ്യുന്നവനിൽ 3-മതൊരാൾ വാഴുന്നു, അതാണ് ക്രിസ്തു. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇനി എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. സമർപ്പണം എന്നുള്ളതിന് ഉദാത്തമായ ഒരു പദപ്രയോഗം എൻ്റെ മാതൃഭാഷയിലൂടെ കണ്ടെത്തുവാൻ വേണ്ടി ഞാൻ നടത്തിയ യാത്രയിൽ എനിക്ക് കണ്ടെത്തിയ മറ്റൊരു പദപ്രയോഗമാണ് മരണം എന്നുള്ളത്. ദൈവരാജ്യ പ്രവേശനം നമുക്ക് ലഭിക്കുന്നത് കൃപയാലാണ്. കൃപയാൽ നമുക്ക് ദൈവരാജ്യ പ്രവേശനം ലഭിക്കുന്നതിലൂടെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്തുവിനല്ലാത്ത സകലത്തെയും മരിപ്പിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. മനുഷ്യ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ എന്നു വേണ്ട സകലത്തെയും മരിപ്പിക്കുക, ആത്മാവിൽ ആരാധിക്കുക, ആത്മാവിലാവുക എന്നൊക്കെ പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ ആധുനിക പെന്തക്കോസ്ത് സമൂഹം ചിന്തിക്കുന്ന ഒരു ചിന്ത കൃപാവരങ്ങളുടെ ജ്വലനത്തിൽ കത്തി ജ്വലിച്ച് നിൽക്കുക. ഇടയ്ക്കൊക്കെ കേട്ടില്ലേ ആ കാലഘട്ടത്തെക്കുറിച്ച്, ചില സമയങ്ങളിലെക്കുറിച്ച് സംസാര മധ്യത്തിൽ ചിലരൊക്കെ പറയാറുണ്ടെന്നൊക്കെ ഞങ്ങൾ ആത്മാവിൽ ജ്വലിച്ച് നിൽക്കുകയായിരുന്നു. എന്താണ് അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്? അവരിലൂടെ പ്രകടമായി പുറത്തു വന്ന കൃപാവരങ്ങളുടെ വ്യത്യസ്തമായ അവസ്ഥകളാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഏത് കൃപാവരങ്ങളുടെ ഉത്തംഗ ശൃംഖത്തിൽ കടന്നു പോകുവാനിടയായി തീർന്നാലും സ്വയം മരിക്കാൻ കഴിയാതിരിക്കുന്നിടത്തോളം കാലം അവൻ ഒന്നും നേടുവാൻ വേണ്ടി സാധിക്കുന്നില്ല. അതാണ് സത്യം. യേശുക്രിസ്തുവിന്റെ ദർശനം കണ്ട യോഹന്നാൻ പത്മോസ് ദ്വീപിൽ അവർ ഏകനായിരിക്കുകയാണ്. തേജസ്കരിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ കാണുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നവൻ മരിച്ചവനെ പോലെയായി. എന്താണ് സമർപ്പണം? ഒരു മരണമാണെങ്കിൽ അതിലൂടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്, ഒരായുസ് കൊണ്ട് നമ്മൾ നേടിയതെല്ലാം, നേടുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചതെല്ലാം, നേടുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചതെല്ലാം മുഴുവൻ ശൂന്യമായി മാറുന്നു. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവിതത്തിൽ എല്ലാം ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് സമർപ്പിക്കപ്പെട്ടവൻ എത്തിച്ചേരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള സമയങ്ങളിൽ ഹൃദയത്തിനകത്തൊരു ചിന്ത കടന്നു വരും, ജീവിതം ശൂന്യമായി പോയോ കർത്താവേ? ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, ജീവിതത്തിൽ എന്തോ നേടുവാൻ വേണ്ടി പരിശ്രമിച്ച പരിശ്രമങ്ങൾ, ആഗ്രഹിച്ചതെല്ലാം ശൂന്യമായി പോയോ? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മന്ദമായി നിന്റെ ഹൃദയത്തിൽ നിന്നോട് സംസാരിക്കും. ജീവിതം നിനക്ക് ശൂന്യമായി തീരുമ്പോൾ നീ തകരുകയാണ്. നിനക്കൊരു തകർച്ച ഉണ്ടാകുമ്പോൾ നിന്റെ തകർച്ചയുടെ നടുവിൽ ഞാൻ നിന്നെ പണിയുവാൻ വേണ്ടി തുടങ്ങും. എന്ന് നീ തകരുന്നുവോ, എന്ന് നീ മരിക്കുന്നുവോ, അന്ന് മാത്രമേ എനിക്ക് നിന്നെ ഉയർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പാവസംബന്ധമായി മാത്രം മരിച്ചവരാകാതെ ജീവിതത്തിൽ സ്വയം മരിക്കുവാൻ വേണ്ടി, സ്വയം മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ ആ തകർച്ചയുടെ നടുവിൽ ദൈവഹിത പ്രകാരമുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവം നിന്നെ അന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങും.
വിശ്വസിക്കുന്ന ദൈവജനം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രിയമുള്ള ദൈവജനമേ, ഈ വേദിയിൽ വചന ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഞാൻ ശാരീരിക അസ്വസ്ഥതയാൽ ഉരുണ്ടു വീണു എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നെ ഏത് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകേണ്ടത്? ഏത് ഡോക്ടറെയാണ് കാണിക്കേണ്ടത്? ആരെയൊക്കെയാണ് അത്യാവശ്യമായി ഫോൺ വിളിച്ച് എൻ്റെ അപകട വിവരം അറിയിക്കേണ്ടത്? ഇതെല്ലാം പറയാൻ എനിക്ക് അപ്പോൾ സാധിക്കും. അതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. അപകടത്തിൽ പറ്റിയ ഒരാളെ ഹോസ്പിറ്റലിലാക്കണം, അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അപകടത്തിൽ പെട്ടയാളുടെ ആഗ്രഹങ്ങൾ അതിനകത്ത് സ്വാധീനിക്കപ്പെടാറുണ്ട്. എന്നാൽ ആ അപകടത്തിൽ ഞാൻ മരിച്ചു എന്നങ്ങ് വിചാരിക്കുക. ആ മരണം സംഭവിച്ച ആ നിമിഷത്തിൽ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാണ് സംസ്കാര ശുശ്രൂഷ നടത്തേണ്ടത്? ആരാണ് അതിന് നേതൃത്വം നൽകേണ്ടത്? എവിടെ വെച്ചാണ് നടത്തേണ്ടത് എന്ന് വേണ്ട ഒന്നും നിശ്ചയിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്താണ് പ്രിയമുള്ളവരെ മരണമെന്നാൽ? സ്തോത്രം, ദൈവമുൻപാകെ സമർപ്പിക്കപ്പെട്ടവൻ അവന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് നേടുവാൻ വേണ്ടി അവൻ പരിശ്രമിച്ചത്, അവന്റെ വരുംകാല ജീവിതത്തെ കുറിച്ചുള്ള അവന്റെ മുഴുവൻ ആഗ്രഹങ്ങളും മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, സ്തോത്രം, ഇനി അവൻ എങ്ങനെയാണ് പോകേണ്ടത്, എവിടെയാണ് താമസിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അവൻ ആരുടെ മുൻപാകെയാണോ സമർപ്പിക്കുന്നത്, ആ ദൈവം അവന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള പദ്ധതികൾ പ്രവൃത്തിപഥത്തിൽ വരുവാൻ ആരംഭിക്കുന്ന നിമിഷങ്ങളാണ്. 1 കോടി രൂപ മരിച്ച ശവമഞ്ചത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന് നിങ്ങൾ കൊടുക്കുക, അവരിൽ നിന്ന് ഒരു പ്രതികരണം പോലും ഉണ്ടാകുന്നില്ല, ഒരാഗ്രഹം അവനില്ല. ജീവനുള്ള എനിക്കൊരു 25,000 രൂപ തരാമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 50,000 പദ്ധതികൾ ഉണ്ടായിരിക്കും. പക്ഷെ മരിച്ചവന് പദ്ധതികളില്ല. ഒറ്റ വാക്കിൽ വളരെ വേഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1 കോടി രൂപ മാത്രമല്ല, ഈ ലോകത്തിലെ മുഴുവൻ ആഡംബരങ്ങളും ദൈവമുൻപാകെ സമർപ്പിച്ച ഒരുവന്റെ മുൻപാകെ കടന്നു പോകുമ്പോൾ അതിലൊന്നും അവൻ പ്രലോഭിക്കപ്പെടുന്നില്ല. ലോകത്തുള്ള ഒന്നിനാലും അവൻ സ്വാധീനിക്കപ്പെടുന്നില്ല. ഇന്ന് ലോകത്ത് കാണുന്ന സകലത്താലും സ്വാധീനിക്കപ്പെടാത്ത, പ്രലോഭിപ്പിക്കപ്പെടാത്ത ഒരു ഉത്തമമായ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നതാണ് യഥാർത്ഥ സമർപ്പണം എന്നുള്ളത്. എനിക്കറിയാം, ഇതൊരു വേദ പഠനശാലയാണ്. സമർപ്പിക്കപ്പെട്ട ധാരാളം യുവാക്കന്മാർ ഇവിടെയുണ്ട്. അവരോടും ഇവിടെ കടന്നിരിക്കുന്ന വിശ്വാസ സമൂഹത്തോടും ഞാൻ പറയട്ടെ, സമർപ്പണം അത് ശരിയാണെങ്കിൽ ഇനി നയിക്കേണ്ടത് നിന്റെ ആഗ്രഹങ്ങളല്ല, നിന്നെ വിളിച്ചവനായി ദൈവത്തിന്റെ ഹിതമാണ്. ദൈവ നിയോഗത്തോട് നോ പറയാൻ പറ്റാത്തൊരവസ്ഥ, ദൈവദർശനത്തോട് അരുതേ എന്ന് പറയാൻ പറ്റാത്തൊരു മാനസിക സ്ഥിതിയിലേക്ക് ഞാനും നിങ്ങളും മാറുന്നതാണ് യഥാർത്ഥ സമർപ്പണത്തിന് നിമിഷങ്ങൾ. ആ യഥാർത്ഥ സമർപ്പണത്തിന്റെ ഭാഗമായി മാറിയ ഭക്തനായ അപ്പോസ്തലനായി പൗലോസിന്റെ ജീവിതം നോക്കൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച് തനിക്കുണ്ടായിരുന്ന ഒരു അർത്ഥവാക്യം, ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ശുശ്രൂഷയുടെ പ്രഥമ നാളുകളിൽ ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് സധൈര്യം വിളിച്ചു പറയുവാനും, വാദപ്രതിവാദങ്ങളുടെ നടുവിൽ എല്ലാവരും വിട്ടുകളഞ്ഞപ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് എന്ന് പറഞ്ഞ് ദൈവജനത്തിന്റെ കാവൽ ഭടനായിരിക്കുവാനും, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, കല്ലേറ്, കപ്പൽ ഛേദം, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ഇങ്ങനെ ആപത്തുകളുടെ പെരുമഴ ജീവിത പടകിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എന്റെ പ്രാണന വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനും, 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും കൈവിട്ടപ്പോൾ, ആരും കൂടെ നിൽക്കാതിരുന്നപ്പോൾ കർത്താവോ എനിക്ക് തുണ നിന്നു എന്ന് പറയുവാനും, നീറോയുടെ മിന്നുന്ന വാളിന്റെ മുൻപാകെ ശിരശേദനത്തിന് നിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ ഇപ്പോഴോ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന ആത്മധൈര്യത്തോടുകൂടെ പറയുവാൻ ആ കർമ്മയോഗിയെ സഹായിച്ചത് തന്റെ ദർശനമായിരുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിന്റെ വടക്കേ കോണിൽ വടക്കേ ഇന്ത്യക്ക് വേണ്ടി സുവിശേഷകന്മാരെ വാർത്തെടുക്കേണ്ടതിന് അഭ്യസ്തവിദ്യരായ ഒരു പറ്റം വിദ്യാർത്ഥികളെ, ഏതാണ്ട് 128 വിദ്യാർത്ഥികളെ ഒരു കലാലയത്തിൽ ഒരുമിച്ച് കൂട്ടി ഭാരത സുവിശേഷീകരണത്തിന്റെ ആവശ്യകത, സുവിശേഷീകരണത്തിലൂടെ ലഭിക്കുന്ന
നഷ്ടങ്ങൾ, അതുപോലെ നാം നേടുന്ന ആത്മാവിന്റെ വില, ആദിയായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു അധ്യാപകൻ, ഒരു വേദാധ്യാപകൻ ഒരു ദിവസം മുഴുവൻ ക്ലാസ് എടുത്തു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ബൈബിൾ ക്ലാസ് അവസാനിച്ചത് ഏതാണ്ട് 3:30 മണിയായപ്പോഴാണ്. ആ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ 128 വിദ്യാർത്ഥികളുടെ കണ്ണിലേക്ക് നോക്കി ആ വേദാധ്യാപകൻ ചോദിച്ചു, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി ചില മണിക്കൂറുകൾ നീണ്ടുനിന്ന ഈ പ്രഭാഷണത്തെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ താല്പര്യമുള്ളവർക്ക് കൈ ഉയർത്താം. നമ്മുടെ ഇടയിൽ സമർപ്പണവും കൈ ഉയർത്തലൊക്കെ ഒരു സാധാരണ പരിപാടിയാണ്. രാവിലെ യോഗത്തിന് സമർപ്പിക്കുന്നു, കൈ ഉയർത്തുന്നു. ഉച്ചത്തെ യോഗത്തിന് സമർപ്പിക്കുന്നു, കൈ ഉയർത്തുന്നു. വൈകുന്നേരം ഇത് തന്നെ തുടരുന്നു, വീണ്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അക്കാര്യം ആ വേദാധ്യാപകൻ പറഞ്ഞപ്പോൾ 50% വിദ്യാർത്ഥികൾ കൈ ഉയർത്തി. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തിയ അധ്യാപകൻ രണ്ടാമതാ സദസ്സിനോട് പറഞ്ഞു, ഒരവസരം കൂടെ തരികയാണ്, സമർപ്പിക്കാൻ മനസ്സുള്ളവർക്ക് കരം ഉയർത്താം. അത് 75%. 2, 3, 4 ആവർത്തിച്ചുള്ള ഈ അധ്യാപകന്റെ ആഹ്വാനത്തിൽ 128 വിദ്യാർത്ഥികളിൽ ഒരാൾ ഒഴിച്ച് എല്ലാവരും കൈ ഉയർത്തി. കൈ ഉയർത്തിയവരോടെല്ലാം അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് 23 വയസ്സുള്ള ഒരു യൗവനക്കാരി, അവൾ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എഴുന്നേറ്റവർക്കെല്ലാം ഇരിക്കാം, ഇരിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അപ്പൊ ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയുടെ അടുത്ത് എന്നിട്ട് ഈ വേദാധ്യാപകൻ ചോദിച്ചു, മോളെ, കഴിഞ്ഞ 5 മണിക്കൂറുകളായി സുവിശേഷീകരണത്തെ സംബന്ധിച്ച്, ഭാരത സുവിശേഷീകരണത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് കർത്താവ് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു, എത്ര വിഷയങ്ങളാണ് ഞാൻ ഇവിടെ പ്രസംഗിച്ചത്, നീ മാത്രം സമർപ്പിച്ചില്ല. ഇത്രയും വിദ്യാർത്ഥികൾ സമർപ്പിച്ചപ്പോൾ നീ മാത്രം എന്താണ് സമർപ്പിക്കാതിരുന്നത്? സങ്കോചമില്ലാതെ അധ്യാപകന്റെ മുഖത്ത് നോക്കി ആ പെൺകുട്ടി പറയുകയാണ്, സാറേ, ഞാൻ മനഃപൂർവ്വം സമർപ്പിക്കാതിരുന്നതാ. എനിക്ക് തോന്നുന്നു അവള് മലയാളി തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ മനഃപൂർവ്വം സമർപ്പിക്കാതിരുന്നതാ. അധ്യാപകന് കൗതുകമായി തോന്നി. ഇങ്ങനെ ഒരു പെൺകുട്ടി യോഗത്തിൽ പറയണം, ഞാൻ മനഃപൂർവ്വം സമർപ്പിക്കാതിരുന്നതാണ്. അദ്ദേഹം വീണ്ടും ആ പെൺകുട്ടിയുടെ കണ്ണിലോട്ട് നോക്കി ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് നീ മനഃപൂർവ്വമായി സമർപ്പിക്കാതിരിക്കുന്നത്? ആ കുട്ടി പറഞ്ഞത് എങ്ങനെയാണ്, സാറേ, സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് ഉത്തമമായ ബോധ്യം കഴിഞ്ഞ 5 മണിക്കൂറുകൾ നീണ്ടുനിന്ന നിങ്ങളുടെ പ്രഭാഷണത്തിൽ നിന്ന് എന്റെ ഹൃദയപ്പലകയിൽ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോൾ ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുവാൻ, ഭാരതത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ എന്റെ കരങ്ങൾ ഉയർത്തുന്നുവോ, ആ നിമിഷം തന്നെ യേശുവിന്റെ മുറിവേറ്റ കരം, യേശുവിന്റെ ചോരപ്പാടുള്ള കരം എന്റെ വലതുകരത്തിൽ പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സമർപ്പിക്കാത്തത്. അധ്യാപകൻ ചോദിച്ചു, മോളെ, നല്ല കാര്യമല്ലേ, യേശു കരങ്ങളിൽ പിടിക്കുക, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. വീണ്ടും ആ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയാമോ? യേശു പിടിക്കുക മാത്രമല്ല, അവൻ എന്നെ, ഒരു പിതാവ് ഒരു കൊച്ചുകുട്ടിയെ വാരിയെടുക്കുന്ന പോലെ വാരിയെടുക്കും. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, യേശുവിന്റെ നെഞ്ചിലെ ചൂട് നേരിട്ട് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവുക, അതത്ര ശ്രേഷ്ഠമാണ്. അത് കഴിഞ്ഞ പെൺകുട്ടി പറഞ്ഞെന്നറിയാമോ? യേശുവിന് എന്നെ മാത്രം എടുത്താൽ പോരല്ലോ, വേറെ പലരെയും സമർപ്പിക്കുന്നില്ലേ? എടുത്ത യേശു എന്നെ കൊണ്ടുവന്ന് നിർത്തുന്നത് എവിടെയാണെന്ന് നിശ്ചയമില്ല. കാശ്മീർ താഴ്വരയിലാണോ, എവിടെയാണ് എന്നെ നിർത്തുന്നത് എന്ന് എനിക്ക് ബോധ്യമില്ല. എന്നിട്ട് അധ്യാപകൻ പറഞ്ഞെന്താണെന്നറിയാമോ? സമർപ്പിക്കുന്നവനെ, ആ പെൺകുട്ടി പറഞ്ഞത്, സമർപ്പിക്കുന്നവനെ യേശു കരങ്ങളിലെടുക്ക മാത്രമല്ല, അവൻ കരങ്ങളിലെടുക്കുന്ന ആ സമയത്ത് എന്നിൽ ഒരു മരണം സംഭവിക്കുകയാണ്. എന്റെ ഭാവിയെ സംബന്ധിച്ച് ഏതാണ്ട് 3.5 വയസ്സിൽ ആദ്യമായി ഞാനൊരു സ്കൂളിലേക്ക് പോയ ആ നിമിഷം മുതൽ എന്റെ ഭാവിയെ സംബന്ധിച്ച് സ്വരുക്കൂട്ടി മനസ്സിനകത്ത് പടുത്തുയർത്തിയ ചില ചില്ലുകൊട്ടാരങ്ങളുണ്ട്. ചിലതൊക്കെ നേടുവാൻ വേണ്ടിയുള്ള അവിശ്രാന്തമായ പരിശ്രമം, അതിനുള്ള പഠനശാലകളിലായിരുന്നു ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചുവോ, എനിക്കെന്തെല്ലാം ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവോ, എന്തെല്ലാം മോഹങ്ങൾ ഉണ്ടായിരുന്നുവോ, ഞാൻ സമർപ്പിക്കുന്ന ആ സമയത്ത് അതെല്ലാം മരിക്കുകയാണ്, അതെല്ലാം ശൂന്യമാവുകയാണ്. അത്രയും പറഞ്ഞപ്പോൾ അധ്യാപകന് മനസ്സിലായി, ആദ്യം എഴുന്നേറ്റ 127 പേരെക്കാൾ കൃത്യമായി വചനം ഗ്രഹിച്ച് സമർപ്പിച്ചവൾ അവൾ മാത്രമാണ്. അനേക യോഗങ്ങളിൽ സമർപ്പിച്ച എന്റെ സഹോദരിമാരെ, എന്റെ സഹോദരന്മാരെ, എന്റെ മാതാപിതാക്കളെ,
ഈ സമയം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. സമർപ്പിക്കുന്നവനെ കരം പിടിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. സമർപ്പിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യോസേഫിന്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടവനായി മാറി. ആ വെറുപ്പിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും നാം പറഞ്ഞു കേൾക്കാറുള്ളത് അപ്പന്റെ അങ്കിയെന്നോ സ്വപ്നമെന്നൊക്കെ ആയിരിക്കാം. വേദപുസ്തകം ആഴത്തിൽ പഠിച്ചു വരുമ്പോൾ സ്വന്തം അമ്മയോട് പിതാവിനുണ്ടായിരുന്ന കുടുംബത്തിലെ വിദ്വേഷം പോലും സഹോദരന്മാർ യോസേഫിനോട് സഹോദരന്മാരുടെ ഹൃദയത്തിൽ ഒരു പക ജനിക്കുവാൻ കാരണമായി തീർന്നു. സ്വപ്നം അതിനെ വർദ്ധിപ്പിച്ചു, അങ്കി അതിനെ വർദ്ധിപ്പിച്ചു. തുടർന്നവൻ കടന്നു പോകേണ്ടി വന്നത് ഒരു പൊട്ടക്കിണറിലേക്കാണ്. മിദ്യാന്റെ കച്ചവടക്കാരാൽ അവൻ നയിക്കപ്പെട്ടത് മിസ്രൈമിലേക്കാണ്. അവിടെയും അവനെ കാത്തിരുന്നത് ദുർഘടമേടുകളായിരുന്നു. സമർപ്പിക്കുന്നവന്റെ മുൻപാകെ പ്രശ്നം മാറുകയല്ല, സമർപ്പണത്തോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷേ വീട്ടിലെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ദൈവം തന്നോട് സംസാരിച്ചുവെങ്കിൽ, ദൈവ സ്വപ്നം കൊടുത്തുവെങ്കിൽ, താൻ കടന്നുപോയ പ്രതികൂലത്തിന്റെ കഷ്ടതയുടെ നടുവിൽ ദൈവം തന്നോട് സംസാരിച്ചില്ല എങ്കിൽ യോസേഫ് ഇന്നലെകളിൽ ദൈവം സംസാരിച്ച ഓരോ വാക്കുകളും മനസ്സിനകത്ത് ആവർത്തിച്ച് ധ്യാനിച്ച് ആ സമർപ്പണകാലം തന്റെ പരീക്ഷാകാലമായിരുന്നു. അതിന് ജയിക്കാനിടയായി തീർന്നു. ഒരു അധ്യാപകൻ 6 മാസം ക്ലാസ്സിൽ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അധ്യാപകൻ പഠിപ്പിക്കാതിരിക്കുന്ന ക്ലാസ്സിൽ വന്നിട്ട് അധ്യാപകൻ നിശബ്ദനായിരിക്കുന്ന സമയം ഏതാണ്? ഒരധ്യാപകൻ ക്ലാസ്സിൽ നിശബ്ദനായിരിക്കുന്ന സമയം ഏതാണ്? അത് എക്സാമിന്റെ സമയമാണ്. അധ്യാപകൻ നിശബ്ദനായിരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്? വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇന്നലെകളിൽ ക്ലാസ്സിൽ ഈ അധ്യാപകൻ സംസാരിച്ച നിമിഷത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് അതെല്ലാം ഓർത്തോർത്ത് പേപ്പറിൽ കുറിച്ചു വെക്കുക. അത് അവനെ നയിക്കുന്നത് ജയത്തിലേക്കായിരിക്കും. എന്റെ പ്രഭാഷണം ഇവിടെ അവസാനിക്കുമ്പോൾ ഒരാളെങ്കിലും വല്ലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറില്ല, ദൈവമേ നീ എന്താണ് എൻ്റെ വിഷയത്തിൽ മൗനമായിരിക്കുന്നത്? ദർശനമില്ലാതെ, പ്രവാചകന്റെ ശബ്ദമില്ലാതെ, വചനത്തിലൂടെ പോലും എന്നോട് ഇടപെടാതെ എൻ്റെ ഈ കഷ്ടതയുടെ നടുവിൽ എന്താണ് നീ മൗനമായിരിക്കുന്നത്? ഈ രാത്രിയിൽ ദൈവാത്മാ പറയുന്നു, സഹോദര, സഹോദരി, മാതാവേ, കുഞ്ഞേ, നിന്റെ പരീക്ഷാകാലമാണിത്. ഈ സമയത്ത് ഇന്നലെകളിൽ നീ കേട്ട വചനം, നിന്നോട് പറഞ്ഞ ദൈവത്തിന്റെ ദൂതുകൾ ഓരോന്നോർത്തോർത്തോർത്ത് ഈ പരീക്ഷാകാലം ജയത്തിനു വേണ്ടി നീ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജയിക്കുന്നവർക്ക് വേണ്ടി ചില കിരീടങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കൺവെൻഷൻ ജയിക്കുന്ന ഒരുപറ്റം ജയാളികളെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുന്ന വേദിയായി മാറട്ടെ. പരിശോധനാകാലം, പരീക്ഷാകാലം അത് മനസ്സിലാക്കി ഇന്നലെകളിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ ദൂതുകളും ഏറ്റെടുത്ത് മുന്നേറുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ പ്രാരംഭ സമയത്ത് ഒരു ചെറു പ്രബോധനത്തിന് അവസരം നൽകിയ ഈ കൺവെൻഷന്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചതുകൊണ്ട് ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി. അനിയനുള്ള നന്ദി അറിയിക്കുന്നു.